ഹായ് ഗായ്സ്, ന്യൂസിലൻഡ് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് നെൽസണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹണ്ടിങ് പരിപാടിയാണ്. ഞങ്ങളൊരു 6 പേരുണ്ട്. സെഫിൻ, ആഷിൽ, ആദർശ്, പിന്നെ രഞ്ജിത്തേട്ടന്, സുനിലേട്ടൻ. രഞ്ജിത്തേട്ടനാണ് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. രഞ്ജിത്തേട്ടന് ഇതിനു മുന്നേ ഹണ്ടിന് പോയിട്ടുണ്ട്. അപ്പം രഞ്ജിത്തേട്ടന് ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം രഞ്ജിത്തേട്ടനാണ് ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി തന്നത്. 2 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞു. അപ്പം പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് സെറ്റ് ചെയ്ത് കഴിച്ചു പോകാനാണ്. പോകുന്ന വഴിക്കൊരു വാട്ടർഫോൾ ഉണ്ട്, അതൊന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാനാണ് പ്ലാൻ. ഫുഡ് പ്രീ കുക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ പോയി ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിച്ചു പോകാനുള്ള പരിപാടിയാണ്. സെഫിൻ നല്ല മട്ടൺ സ്റ്റൂ ഒക്കെ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. മട്ടൺ സ്റ്റൂവും ബ്രെഡും കൂടി കൂട്ടി തട്ടാനാണ് പ്ലാൻ. മട്ടൺ സ്റ്റൂ ഒന്നും പറയണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ താഴെ ഒന്ന് പോയി ഈ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. ഓഫ്, ഈ വെള്ളച്ചാട്ടം കാണാണ്ട് പോയായിരുന്നു നഷ്ടമായി പോയതിനായിട്ട്. ഒരു രക്ഷയില്ല. നമ്മൾ ഇവിടെ ഏകദേശം എത്താനായി. ഇനി ഒരു 4 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഡ്രൈവ് ചെയ്ത് ഉള്ളിൽ കയറി കഴിഞ്ഞ് ഈ കാണുന്ന മല ഒരു 2-3 മലയുണ്ട്. അപ്പം ഇത് മുഴുവനും ആളുടെയാണ്. ആള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മൊത്തം. ഇതാണ് മറ്റേ കലമൻ. ഇത് മറ്റേ അമേരിക്കന്ന് $1500 പിടിക്കാനുള്ള സാധനം. ചോദിച്ചു തോന്നിയാടാ ഇത് പോരാ, ഇതാണെങ്കിൽ എളുപ്പം. അവിടുന്ന് മലകൾ ഉണ്ടെങ്കിൽ കൊമ്പെന്താണ്, കൊമ്പ് കയറിക്കാൻ പറ്റുമോ? ഗേറ്റല്ല, ഇതിന്റെ പുറത്ത് നടക്കുന്ന സ്ഥലങ്ങൾ. No, this like some of them. ആടിന്റെ തല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ പൊളിച്ച് സാധനം എടുത്ത് വെളിക്കളാം. പുള്ളി ചോദിക്കും ഹൃദയം ഇങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പ്രത്യേകം പറയണം. ഹാർട്ട് ലിവർ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അപ്പം കൊടുക്കാം. എനിക്ക് ലിവർ വേണം വേണമെങ്കിൽ പറയണം. അല്ല എടുത്ത നല്ല അടിപൊളി സാധനമല്ല. നല്ല പെപ്പർ കൂട്ടിട്ട് അങ്ങ് വെച്ചാൽ അടിപൊളിയാണ്. നാക്കോ? നാക്ക് നല്ല ഇറച്ചിയാ. എനിക്കറിയാം. ഒന്നും കളയണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ ആവശ്യമുണ്ട്. ക്ലീൻ ചെയ്യേണ്ടതാണ്. So these guys will be coming, follow other things. Yeah, they will follow you. We don't make any noise, just follow the rules. Now, who's going to shoot first? Yeah. I'll do it. Okay. I need to get you to handle the gun. Okay. Yep. I'm going to get you to squeeze the trigger. Yeah. You do not pull the trigger. Okay. You squeeze it. You must squeeze it. Okay. Do not pull it. That's Okay. it. Oh. Aim. All good? Good. Thanks. Okay. Your finger on the trigger. Oh, okay. Had a guy do that the other day. Oh, that's too dangerous, right? Dangerous, all right. What it does, it goes off and scares the animal. Yeah. And me too. The scope is a very power scope. Yeah.
But right now, when I've got you close there, I've just got it turned down to a low power. When we're going to have a shot at an animal, they'll probably be 200 metres away, and I'll turn it up a bit, so it'll be a little bit more powerful. Yeah. Right, that's all good. We'll just go out up here. 4 മന അടിച്ച് താഴെ. ഇതോട്ട് പതുക്കെ നടന്നു. നമ്മൾ ഹണ്ട് ചെയ്യാനായിട്ട് മല കയറാൻ പോവുകയാണ്. എക്സൈറ്റഡ് ആണ്. നമ്മൾ ആദ്യത്തെ ഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അവിടെ മുകളിലൊരു മാനിനെ കണ്ടിട്ടുണ്ട്. നല്ല ഒരു 3 പേരുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിനെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ വേണ്ടിയായിട്ട് നമുക്ക് വേണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് തരുവാണ്. ആളുകൾ സെറ്റ് ചെയ്ത് തരുവുള്ളൂ. നമ്മളാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം വെയിറ്റിംഗ് ആണ്. സോ എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എന്താവും നോക്കാം. ഒന്ന് മൂവ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കുറച്ച് നേരം പുറത്തോട്ട് വരും. അതിനുശേഷം ഉള്ളിലോട്ട് പോകും. അങ്ങനെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവർ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ഇച്ചിരി ടഫാണിത്. ഇച്ചിരി ടഫാണ്. അപ്പം നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടൈം വേണം. സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവന്മാരെല്ലാം ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഇനി ഇച്ചിരി പൊസിഷൻ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പം ഒന്നുകൂടി ഒന്ന് നോക്കാം. അതിനുശേഷം പൊസിഷൻ മാറ്റി സെറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തത് മിസ്സായി. ഫസ്റ്റ് ഷൂട്ട് മിസ്സായി. ഒന്ന് മിസ്സായി. അടുത്തത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓൾ സെറ്റ്. ഇതിൽ വീഴും. ഷൂട്ടിങ് ആൻഡ് സെഷൻ റെഡി ആട്ടോ. പൊളി മറിഞ്ഞു പടക്കുന്ന വേണ്ട.
താഴെ പോയി നോക്കാൻ പോവാണ്, വലുതാണെന്ന് തോന്നുന്നു. നമ്മൾ ഇത്ര പെട്ടെന്ന് അടിച്ചിടുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും പൊളി, അടിപൊളി. കുറച്ച് താഴെയാണ് നമ്മൾ അടിച്ചിട്ടത്. ഇച്ചിരി നടക്കാനുണ്ടായിരുന്നു, താഴോട്ട് എത്താനായി. ഇത് വലുതാണ് കേട്ടോ, ബ്ലാക്ക് കളർ. സൈസുള്ള നോക്കി തന്നെ അടിച്ചിട്ടാൽ മതി. കൊള്ളാം കൊള്ളാം, അടിപൊളി, ഒരു സാധനം കേട്ടോ. പുള്ളിമാനാണ്, പക്ഷെ ബ്ലാക്ക് കളർ. Big hole. I'm not sure what's happened there. I think it's happened now. It didn't have its head round there licking its shoulder. Yeah, did it? yeah, yeah. It did? Yeah. That's what happened. Yeah. I wondered why there's such a big hole on this side. The bullet has started to open up. Has it skimmed through there? Yeah. Yeah. How heavy will be this? How heavy? Yeah. When you carry it, you'll find out. Blood coming out. Oh, dude. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിനെ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അടുത്തതിനെ അടിക്കാൻ വേണ്ടിയായിട്ട് പോവാണ്. രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടുന്ന്, അടിപൊളിയാണ്. മുകളിൽ കയറി നിൽക്കുമ്പോൾ നല്ല അങ്ങനെ രണ്ടാമത്തെ മാനും അടിച്ചിട്ടു. താഴോട്ട് ഇറങ്ങി പോകുന്നതാണ് ഇനി ഒരു ടാസ്ക്. അത് മുള്ള കളിയ. ഇല്ല ഇല്ല, എല്ലാവരുടെയും വെടിയും പുകയും വന്നു കേട്ടോ. ഒരു രക്ഷയില്ല, മടുത്ത്. നമ്മൾ തിരിച്ചു പോന്നു. ഇനിയിപ്പം എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വണ്ടിക്ക് പോകണം. എൻ്റെ സെറ്റ് ചെയ്യാത്ത ആളെന്നൊക്കെ പോകാൻ പരിപാടി. അല്ല അതിൽ അങ്ങനെ പോയത്. അങ്ങനെ മാനുമായി തിരിച്ചെത്തി. അങ്ങനെ ഇതായി അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. രണ്ടെണ്ണം അതിന് പുറകിലുണ്ട്. ഇനി അത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം. അതിനുള്ള ബാക്കി പരിപാടികളാണ്.
കട്ട് ചെയ്തു. ഒരെണ്ണത്തിന്റെ തല വേണം. ആ രണ്ടിന്റെ ഇല്ല. പാമറാണ് പാമർ. ഇങ്ങോട്ട് നീക്കി വെക്കാം. പുള്ളിക്ക് നമുക്ക് ഈ ഗേറ്റിൽ നമുക്കകത്ത് കെട്ടിടാ. തുറക്കാം. ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അവർക്ക് പ്രത്യേക സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതിനുള്ളിൽ ഫ്രീസർ, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ എത്രയും എളുപ്പത്തിലായിരുന്നു. എല്ലാം പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്ക് രണ്ടും റെഡിയാക്കി കിട്ടി. മീറ്റുമായിട്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ് ക്രൈസ്റ്റ് ചർച്ചിലോട്ട്. അതിൻ്റെ ബഹളമാണ്. എല്ലാവരും ഓരോന്നൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തായാലും പൊളി. വീണ്ടും കാണാം പുതിയ വീഡിയോയുമായി. താങ്ക് യു. ഇതിനും പറഞ്ഞിടാ. ഇത് എന്തിൻ്റെയും ഇറച്ചിയുടെ ആണോ? മാൻ്റെ ഇറച്ചി.